അസ്സലാമലൈക്കും. ഇപ്പോ സമയം രാവിലെ 7 മണി. നമ്മുടെ നാഷണൽ ഡേന്റെ ഭാഗമായിട്ടുള്ള അവധി തുടരുകയാണ്. ചൊവ്വാഴ്ച വരെ അവധിയുണ്ട്. അപ്പോ ഞങ്ങളിപ്പോ പോകുന്നത് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയാണ്. രാവിലെ തന്നെ ഒന്ന് ദുബായ് ഫ്രെയിം കണ്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോ വൈഫ് വരുന്നില്ല. കാരണം ഞാൻ മുമ്പ് പോയതാണ് ഒരു പ്രാവശ്യം. അപ്പൊ ദുബായ് ഫ്രെയിമിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ദുബായ് ഫ്രെയിമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തരുന്നില്ല. നമ്മളെ നബയുമായും പിന്നെ എന്റെ മോള് ഫിൽസ വന്നിട്ടുണ്ട്. ഫിൽസയുമായിട്ടുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ചെയ്യുന്നില്ല. ദുബായ് ഫ്രെയിമിലേക്ക് പോകുന്ന വഴിയിലാണ് റാസൽ ഖോർ വൈൽഡ് സാങ്ച്വറി. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഇവിടെ നല്ലൊരു ബേർഡ് ഫ്ലെമിംഗോ വാച്ചിങ് പ്ലേസ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഫ്ലെമിംഗോ കൂടി വാച്ച് ആക്കിയിട്ട് ശേഷം നമുക്ക് ഫ്രെയിം കാണാൻ പോട്ടാ. രസമുണ്ടോ? Looks good. Come. Let's move. ഈ റാസൽ ഖോർ വന്യജീവി സങ്കേതം ദുബായിലെ ഒരു തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രമാണ്. ധാരാളം ദേശാടന പക്ഷികളെ ആകർഷിക്കുന്നതിന് പേരുകേട്ടതാണ്. ക്രസ്റ്റേഷ്യനുകൾ, ചെറിയ സസ്തനികൾ, മത്സ്യങ്ങൾ എന്നിവയുടെ വലിയ ഒരു ജനസംഖ്യയും ഇവിടെയുണ്ട്. ഒരു ബഫർ സോണാൽ ചുറ്റപ്പെട്ട 6.2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സാങ്ച്വറിയിൽ ഏകദേശം 266 ഇനം ജന്തുജാലങ്ങളും നഗരത്തിന് വളരെ അടുത്തുള്ള ഈ സ്ഥലത്ത് 10,000-കണക്കിന് പക്ഷികളെ കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. സന്ദർശകർക്ക് സസ്യങ്ങൾ, മൃഗങ്ങൾ, ആവാസ വ്യവസ്ഥകൾ എന്നിവ കാണുന്നതിനായി ബേർഡ് ഹൈഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റാസൽ ഖോർ വൈൽഡ് സാങ്ച്വറിയും വിട്ടുകൊണ്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് ഇനി? ദുബായ് ഫ്രെയിം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോവാം. ഓക്കെ. എന്റെ മുമ്പിൽ സ്വർണം പോലെ വെട്ടിത്തിളങ്ങി നിൽക്കുന്നതാണ് ദുബായ് ഫ്രെയിം. ഭൂതകാലത്തെ വർത്തമാനവും ഭാവിയുമായി ബന്ധിപ്പിക്കുക എന്ന ആശയത്തിൽ നിന്നാണ് ദുബായ് ഫ്രെയിം പ്രചോദനം ഉൾക്കൊണ്ടത്. ആധുനികതയെ പൈതൃകവുമായി കൂട്ടിയിണക്കി 150 മീറ്ററോളം ഉയരത്തിലാണ് ദുബായ് ഫ്രെയിം നഗരത്തിന്റെ ഐക്കൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ അടിയിൽ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അതിലെയാണ് നടക്കേണ്ടത്. 2018 പൂർത്തിയാക്കിയ ഇത് ദുബായിലെ ഏറ്റവും പ്രിയപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവിയെയും ബന്ധിപ്പിക്കുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ഒരു മഹാനഗരത്തിലേക്കുള്ള ദുബായിയുടെ പരിവർത്തനത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഫ്രെയിമിന്റെ അകത്ത് കയറി ദുബായ് ഫ്രെയിമിന്റെ താഴെയുള്ളത് ദുബായ് ഓൾഡ് ദുബൈന്റെ മ്യൂസിയം ആണ്. അതായത് പഴയ ദുബായ് എങ്ങനെയായിരുന്നു, ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊക്കെ കാട്ടി ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിയാണ് താഴത്തെ ദുബായിൽ. അതായത് ദുബായിയുടെ ഓൾഡ് ഹിസ്റ്ററി. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കണ്ടതിന് ശേഷം ദുബൈയിലെ ആൾക്കാരെ പഴയ ജീവിതം എന്നെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ 150 വലിയൊരു ലിഫ്റ്റ് കയറിയിട്ട് വളരെ ഹൈറ്റിലൊക്കെ ലിഫ്റ്റ് കയറി നമ്മൾ എത്തിപ്പെടുന്നത് പുതിയ ദുബായിയുടെ കാഴ്ചകളിലേക്കാണ്. നമുക്ക് ആദ്യം ഇപ്പം ഈ പഴയ ദുബായിലെ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതൊക്കെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. 1950കളിലെ എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തലിന് മുൻപ് UAE ബ്രിട്ടീഷുകാരാൽ സംരക്ഷിക്കപ്പെട്ടു പോന്ന അവികസിതങ്ങളായ എമിറേറ്റുകളുടെ ഒരു കൂട്ടമായിരുന്നു. ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു അവയെ വിളിക്കപ്പെട്ടിരുന്നത്. എണ്ണ നിക്ഷേപത്തിന്റെ കണ്ടെത്തൽ ത്വരിതഗതിയിലുള്ള ആധുനികവൽക്കരണത്തിനും വികസനത്തിനും വഴിവെച്ചു. 1971 അബുദാബിയുടെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നേതൃത്വത്തിൽ 6 എമിറേറ്റുകൾ ചേർന്ന് സ്വതന്ത്രമായ ഫെഡറേഷൻ രൂപം കൊണ്ടു. ഒരു വർഷത്തിനു ശേഷം 7ാമത്തെ എമിറേറ്റ്സായ റാസൽ ഖൈമയും ഫെഡറേഷനിൽ അംഗമായി. തല കറങ്ങിട്ട് വീടെങ്ങനെയില്ല ബസ് അതൊക്കെ നല്ലോണം നോക്കുമ്പോന്നില്ലാന്ന്. ദുബായ് ഫ്രെയിമിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ നമ്മൾ പഴയ ദുബായിയുടെ കാഴ്ചകൾ കണ്ടു. കുറച്ചു വർഷത്തിന് ശേഷം പുതിയ ദുബായിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിന്റെ നിർമ്മാണം 2014 ആരംഭിച്ചു. 3 വർഷത്തെ സമർപ്പണത്തിന് ശേഷം 2017 പൂർത്തിയാക്കി. ഇസ്ലാമിക കലയെ അനുസ്മരിപ്പിക്കുന്ന സുവർണ ആഭരണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കാലക്കണ്ട് പൊട്ടുന്നോർത്തൊക്കെ
നീ ഇല്ലേ നബ ആ ഗ്ലാസിന് സ്ക്രാച്ചിന്റെ നോക്കൊക്കെ പൊട്ടിയിട്ട് താഴെ വന്നത്. നഗരത്തിന്റെ ആധുനിക ഭാഗം ഒരു വശത്തും പഴയ ഭാഗം മറുവശത്തും കാണാൻ കഴിയുന്ന തരത്തിൽ പ്രത്യേകം ലാൻഡ്മാർക്കിലാണ് ഈ ഫ്രെയിം സ്ഥാപിച്ചിരിക്കുന്നത്. ഓഫ് ഓഫ് താഴെ വെക്ക ബസ്. നബ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഏ അടിപൊളി. ഗ്ലാസ് ബ്രിഡ്ജ് പേടിയായിട്ടില്ല എനിക്ക്. ഫസ്റ്റ് ഒരു പേടി പോലെ ഉണ്ടായിനി, പിന്നെ ശരിയായി. ഇനി അവസാനത്തെ വശത്തുള്ള ലിഫ്റ്റിലൂടെ താഴേക്ക്. ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നും ഇന്ന് ഈ കാണുന്ന മഹാനഗരത്തിലേക്കുള്ള UAEയുടെ അസൂയാവഹമായ വളർച്ച ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൽ സ്വദേശികൾക്കും വിദേശികൾക്കുമുള്ള പങ്ക് ഒരുപോലെയാണ്. ഒരുപാട് പ്രവാസികളുടെ അധ്വാനത്തിന്റെയും ഫലം കൂടിയാണ് ഇത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം അവർ പ്രവാസികളെയും സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ പോലെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത്. നമ്മള് ദുബായ് ഫ്രെയിമിൽ കയറി വരുമ്പം ആദ്യം കണ്ടത് ദുബായിയുടെ പഴയ കാഴ്ചകളല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ കാലത്തെ UAE ആൾക്കാർ ജീവിച്ചിരുന്നത് എന്തായിരുന്നു പഴയ UAE എന്നതും. നമ്മൾ ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ പോയിട്ട് നമ്മൾ ദുബായിയുടെ ഒറിജിനൽ കാഴ്ചകൾ കണ്ടു, പുതിയ ദുബായിയെ കണ്ടു. ഇനിയിപ്പോ നമ്മൾ അത് കഴിഞ്ഞ് താഴെ വരുമ്പോ കാണുന്നത് പുതിയ ദുബായ് എന്താന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് എന്താണ്, ഫ്യൂച്ചർ ദുബായ്, ഇനി വരാൻ പോകുന്ന ദുബായ്, ഇനി വരും വർഷങ്ങളിൽ ദുബായിയുടെ എന്താണ്, എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, പ്രൊജക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നിന്നും നേരെ നാം പോകുന്നത് ഫ്രെയിമിന്റെ വിവിധ രൂപത്തിലുള്ള മാതൃകകളും കീ ചെയിനുകളും സുവനീറുകളും അടങ്ങിയ ഒരു സൂക്കിലേക്കാണ്. ദുബായ് ഫ്രെയിമും അതിലെ കാഴ്ചകളും ഫിൽസയിലും നബയിലും വലിയ അത്ഭുതമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങള് ദുബായ് ഫ്രെയിമിലെ കാഴ്ചകളൊക്കെ അതിരാവിലെ വന്ന് കണ്ടു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുബായ് ഫ്രെയിമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ എന്റെ ചാനലിലുണ്ട്. 2 ഭാഗങ്ങളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് രാത്രി വ്യൂ, ഒന്ന് പകൽ വ്യൂ. 2 വ്യൂ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ടൈമുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കാണുക എല്ലാവരും. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. കാരണം അത് ദുബായ് ഫ്രെയിമിന്റെ നിർമ്മിതിയെ കുറിച്ചിട്ടും അതിന്റെ ഓരോ ഹിസ്റ്ററിയെ കുറിച്ചിട്ടും ഞാൻ അതിൽ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ജസ്റ്റ് നബയുമൊത്തുള്ള കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. നബയുമൊത്തുള്ള എന്റെ യാത്ര തുടരുകയാണ്, ഇതിലും രസകരവും അതിശയകരവുമായ കാഴ്ചകളിലേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇത്തരം രസകരമായ വീഡിയോക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.